Good morning students. എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് പോവാം. നെക്സ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് പോവാം. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഏതുവരെയാണോ നിർത്തിയത് വെച്ചെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് എടുക്കുക അല്ലേ. അപ്പം നിങ്ങളെല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിലെടുത്തതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്ന് വായിച്ച് നോക്കിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഏത് ബുക്ക് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഏത് ടെക്സ്റ്റ് ബുക്കായാലും അതിലുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡിസ്ക്വാളിഫൈഡ് ബൈ അതർ ലോസ് മുതലാണ് നമ്മൾ എടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മൾ ഏരിയൻ എനിമീസ് എന്നുള്ള ടോപ്പിക്ക് മാത്രമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനിയും അതിൽ ഒരു 6-7 പോയിൻറ്റുകൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ആ 6-7 പോയിൻറ്റുകൾ നമുക്ക് ഈ ക്ലാസ്സിൽ പറയാം. ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഫോറിൻ സോവർനൈൻസ് ആൻഡ് അംബാസിഡേഴ്സ്. അപ്പോൾ ഫോറിൻ രാജ്യങ്ങളിൽ പരമാധികാരമുള്ളവരെയാണ് ഫോറിൻ സോവർനൈൻസ് എന്ന് പറയുന്നത്. പിന്നെ അംബാസിഡറുകൾ അല്ലേ. അപ്പോൾ ഫോറിൻ സോവർനൈൻസ് ആൻഡ് അക്രഡിറ്റഡ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഫോറിൻ സ്റ്റേറ്റ് നോക്കുക. അക്രഡിറ്റഡ് പറഞ്ഞാൽ അംഗീകാരം, റെക്കഗ്നേഷൻ. റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഫോറിൻ സ്റ്റേറ്റ് ഓർ അംബാസിഡേഴ്സ് എൻജോയ് സ്പെഷ്യൽ പ്രിവിലേജ്. അവർക്കൊരു പ്രത്യേക പ്രിവിലേജ് കൊടുക്കുന്നുണ്ട്. ബൈ വിച്ച് ദേ കനോട്ട് ബി സ്യൂഡ് ഇൻ ഇന്ത്യൻ കോർട്ട്. അവർക്ക് എന്ത് ചെയ്യുന്നില്ല, ദേ കനോട്ട് ബി സ്യൂഡ്. എവിടെ കോടതിയിൽ എവിടെ കേസ് കൊടുക്കുന്ന ഇന്ത്യൻ കോർട്ട്. ഹവെവർ ദേ ക്യാൻ ഇഫ് ദേ ചൂസ് എൻ്റർ ഇൻ ടു കോൺട്രാക്ട് ആൻഡ് ക്യാൻ ഫോഴ്സ് സച്ച് കോൺട്രാക്ട് ഇൻ ഇന്ത്യൻ കോർട്ട്. അപ്പോൾ അവർക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാനും അതെന്ത് എൻഫോഴ്സ് ചെയ്യാനും ഇന്ത്യൻ കോർട്ടിൽ ഇത് എൻഫോഴ്സ് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ നോക്കൂ എന്താ പറയുന്നത്. ഫോറിൻ സോവർനൈൻസ് ഓർ ആൻഡ് അക്രഡിറ്റഡ് എന്ന് പറഞ്ഞാൽ അംഗീകാരം, റെക്കഗ്നേഷൻ കിട്ടിയ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഫോറിൻ സ്റ്റേറ്റ് ഓർ അംബാസിഡേഴ്സ്. അങ്ങനത്തെ ആൾക്കാർക്ക് നമുക്കിപ്പോൾ ഇന്ത്യയിലൊക്കെ ഫോറിൻ അംബാസിഡേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ. ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോറിൻ അംബാസിഡേഴ്സ് ഉണ്ടായിരിക്കും. അങ്ങനത്തെ ആൾക്കാർക്ക് സ്പെഷ്യൽ പ്രിവിലേജ്, അവർക്ക് പ്രത്യേക പ്രിവിലേജ് കിട്ടുന്നുണ്ട്. എൻജോയ് സ്പെഷ്യൽ പ്രിവിലേജ് ബൈ വിച്ച് ദേ കനോട്ട് ബി സ്യൂഡ് ഇൻ ഇന്ത്യൻ കോർട്ട്. അവർക്ക് ഇന്ത്യൻ കോർട്ടിലൊന്നും കേസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഹവെവർ ദേ ക്യാൻ ഇഫ് ദേ ചൂസ് ക്യാൻ എൻ്റർ ഇൻ ടു കോൺട്രാക്ട്. അവർക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാനും അതേമാതിരി തന്നെ ക്യാൻ എൻഫോഴ്സ് സച്ച് കോൺട്രാക്ട് ഇൻ ഇന്ത്യൻ കോർട്ടിൽ അത് എൻഫോഴ്സ് ചെയ്യാൻ നിയമം അംഗീകരിപ്പിക്കാനും അവർക്ക് സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇൻ ഇന്ത്യ അണ്ടർ സെക്ഷൻ 86 ഓഫ് സിവിൽ പ്രൊസീജിയർ കോഡ് previous action of the central government is to be obtained for suing the rulers of foreign state or ambassadors. അപ്പോൾ എന്താ പറയുന്നത് വെച്ചെങ്കിൽ അംബാസിഡേഴ്സ്. അപ്പോൾ എന്താ പറയുന്നത് വെച്ചെങ്കിൽ ഇന്ത്യയിൽ അണ്ടർ സെക്ഷൻസ് 86 ഓഫ് സിവിൽ പ്രൊസീജിയർ കോഡ് 86 സെക്ഷൻ 86 സിവിൽ പ്രൊസീജിയർ കോഡ് പ്രകാരം previous sanction of the central government is to be obtained. Central government എന്ത് കിട്ടിയ for suing for rulers of foreign state and ambassadors അല്ലേ. അവർക്ക് എതിരെയായിട്ട് കേസ് കൊടുക്കുന്നതിനുള്ള അത് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇനി എക്സ് റൂളർ ക്യാൻ ബി സ്യൂഡ് ഇൻ അവർ കോർട്ട്. എക്സ് റൂളർ എന്ന് പറഞ്ഞാൽ മുൻഭരണാധികാരികൾ. ആരൊക്കെയാണ് മുന്നുണ്ടായിരുന്നവർ വെച്ചെങ്കിൽ അതിനെയാണ് എക്സ് റൂളർ എന്ന് പറയാം. An ex-ruler can be sued in our court, നമ്മുടെ കോടതിയിൽ, again where foreign sovereign etc. enter into contract through an agent residing in India. ആരൊക്കെയാണോ ഇന്ത്യയിൽ താമസിക്കുന്നവർ വെച്ചെങ്കിൽ അവരുമായിട്ട് അവരുടെ ഏജൻറ്റുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടാനും the agent shall be held liable on the contract as per the law of agency അല്ലേ. അപ്പോൾ ഫോറിൻ അംബാസിഡേഴ്സിന് ഫോറിൻ സോവർനൈസിനൊക്കെ ഒരു ഏജൻറ്റ് മുഖാന്തരം ഇന്ത്യയിലുള്ളവരുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടാനും അതേമാതിരി തന്നെ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് ഏജൻസി റിമൂവ് ചെയ്യുകയും ചെയ്യുന്നു. എക്സ് റൂളർ എന്ന് പറഞ്ഞാൽ മുൻഭരണാധികാരി ക്യാൻ ബി സ്യൂഡ് ഇൻ അവർ കോർട്ട്. Again, where the foreign sovereigns etc. can enter into contract through an agent residing in India. ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു ഏജൻറ്റുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടാനും ദി ഏജൻറ്റ് ഷാൾ ബി ഹെൽഡ് ലയബിൾ ഓൺ ദി കോൺട്രാക്ട് ആസ് പെർ ദി ഏജൻറ്റിനാണ് അതിൽ ലയബിൾ ആയിട്ടുള്ളത് അല്ലേ. ഏജൻറ്റ് ഷാൾ ബി ഹെൽഡ് ലയബിൾ ഓൺ ദി കോൺട്രാക്ട് ആസ് പെർ ദി ലോ ഓഫ് ഏജൻസി. പിന്നെ നോക്കാം. ദീസ് പേഴ്സൺ ക്യാൻ സ്യൂ അതേഴ്സ് ടു എൻഫോഴ്സ് ദ കോൺട്രാക്ട് എൻറ്റേർഡ് അപ്പോൺ ദം ബട്ട് ദേ കനോട്ട് ബി സ്യൂഡ് വിത്തൗട്ട് ഒബ്റ്റെയിനിങ് പ്രയർ സാങ്ഷൻ ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ എന്താ പറയുന്നത്,
ദീസ് പേഴ്സൺ ക്യാൻ സ്യൂ അതേഴ്സ് ടു എൻഫോഴ്സ് ദി കോൺട്രാക്ട്. അപ്പോൾ ഈ വ്യക്തികളൊക്കെ മറ്റുള്ളവരുടെ സ്യൂ കേസ് കൊടുക്കുന്നു. എന്തിനു വേണ്ടി? ടു എൻഫോഴ്സ് ദി കോൺട്രാക്ട് എൻറ്റേർഡ് അപ്പോൺ ദം. അപ്പോൾ ഏതൊക്കെ കോൺട്രാക്റ്റുകളാണ്, അപ്പോൾ ഏജൻറ്റൊക്കെ മുഖാന്തരം നമ്മൾ ഏതൊക്കെ കോൺട്രാക്റ്റുകളാണ് നമ്മൾ എൻറ്റർ ചെയ്ത് വെച്ചെങ്കിൽ അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ സ്യൂ കൊടുക്കുക, കേസ് കൊടുക്കാനും. ബട്ട് ദേ കനോട്ട് ബി സ്യൂഡ് വിത്തൗട്ട് ഒബ്റ്റെയിനിങ് പ്രയർ സാങ്ഷൻ. അവർക്ക് എന്തിനു കനോട്ട് ബി സ്യൂഡ്, കേസ് കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല വിത്തൗട്ട് ഒബ്റ്റെയിനിങ് പ്രയർ സാങ്ഷൻ ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മുൻകൂട്ടിയുള്ള സാങ്ഷൻ കിട്ടിയാൽ മാത്രമേ കേസ് കൊടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ഫോറിൻ സൊവർണൈൻ ഓർ അംബാസിഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോറിൻ സൊവർണൈൻസിനും അംബാസിഡേഴ്സിനൊക്കെ പുറം രാജ്യങ്ങളിലുള്ളവരുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് സ്പെഷ്യൽ പ്രിവിലേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ഏജൻറ്റ് മുഖാന്തരം, ഏജൻസി മുഖാന്തരം കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ വേണ്ടി സാധിക്കുന്നു. ഇനി ഏജൻറ്റ് മുഖാന്തരം കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ അതിലെന്തെങ്കിലും അപാകതകൾ സംഭവിക്കുകയാണെങ്കിൽ, കേസ് കൊടുക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ കേസ് കൊടുക്കും അല്ലേ, എന്തെങ്കിലും അപാകതകളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ കേസ് കൊടുക്കും. ആ കേസ് കൊടുക്കുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മുൻകൂട്ടി അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് നമ്മളതിൽ പറയുന്നത്. ഒന്നും കൂടിയും പറയാം, ശ്രദ്ധിച്ചോ. ഫോറിൻ സൊവർണൈൻ ആൻഡ് അംബാസിഡേഴ്സ്. ഫോറിൻ സൊവർണൈൻസ് ആൻഡ് അക്രഡിറ്റഡ് എന്ന് പറഞ്ഞാൽ അംഗീകാരം, റെക്കഗ്നീഷൻ. റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഫോറിൻ സ്റ്റേറ്റ് ഓർ അംബാസിഡേഴ്സ് എൻജോയ് സ്പെഷ്യൽ പ്രിവിലേജ്. അവർക്ക് പ്രത്യേക പ്രിവിലേജ് പ്രൊവൈഡ് ചെയ്യുന്നു. ബൈ വിച്ച് ദേ കനോട്ട് ബി സ്യൂഡ് ഇൻ ഇന്ത്യൻ കോർട്ട്. അവർക്ക് ഇന്ത്യൻ കോർട്ടിൽ കേസ് കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല. ഹവർ ദേ ക്യാൻ ഇഫ് ദേ ചൂസ് എൻ്റർ ഇൻ ടു കോൺട്രാക്ട്. അവർക്ക് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനും അത് ആരംഗീകരിക്കുന്ന ഇന്ത്യൻ കോർട്ട് അംഗീകരിക്കുന്നുമുണ്ട്. പിന്നെ പറയാം, പിന്നെന്താ പറയുന്നത്, നെക്സ്റ്റ് റൂളർ ആണെങ്കിൽ മുൻ ഭരണാധികാരികൾ ക്യാൻ ബി സ്യൂഡ് ഇൻ അവർ കോർട്ട്. നമ്മുടെ കോടതിയിൽ കേസ് കൊടുക്കാം. എഗെയിൻ ഫോറിൻ സൊവർണൈൻസ് എക്സെട്ര എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട്. ഫോറിൻ സൊവർണൈൻസ്, അംബാസിഡേഴ്സ് അവരൊക്കെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു ത്രൂ ആൻ ഏജൻറ്റ്. അവർ നേരിട്ടല്ലാണ്ട് ഇതിലൂടെ ഒരു ഏജൻറ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് അവർ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത് വെച്ചെങ്കിൽ റിസൈഡിങ് ഇൻ ഇന്ത്യ ദി ഏജൻറ്റ് ഷാൾ ബി ഹെൽഡ് ലയബിൾ ഓൺ ദി കോൺട്രാക്ട്. ഏജൻറ്റിന് എല്ലാറ്റിനും ലയബിൾ ആയിരിക്കും ആസ് പെർ ദി ലോ ഓഫ് ഏജൻസി. ദീസ് പേഴ്സൺ ക്യാൻ സ്യൂ അതേഴ്സ് ടു ഇൻഫ്ലുവൻസ് ദ കോൺട്രാക്ട് എൻറ്റേർഡ് അപ്പോൺ ദം. അതേമാതിരി അവർക്ക് കേസ് കൊടുക്കാൻ വേണ്ടി സാധിക്കും. പക്ഷെ എങ്ങനെ വേണം? ദേ കനോട്ട് സ്യൂഡ് വിത്തൗട്ട് ഒബ്റ്റെയിനിങ് പ്രയർ സാങ്ഷൻ ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക സാങ്ഷൻ കിട്ടിയാൽ മാത്രമേ അവർക്ക് കേസ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ഇതാണ് ഫോറിൻ സൊവർണൈൻസ് അംബാസിഡേഴ്സ്. അവരുമായിട്ട് നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവരുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ ഏതിലൂടെയാണ്? കൂടുതലായിട്ട് ഏജൻറ്റിലൂടെയാണ് അല്ലേ, ലോ ഓഫ് ഏജൻസിയിലൂടെയാണ് അവരുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. പിന്നെ എന്താ പറയുന്നത്, അവർക്ക് വേണമെങ്കിൽ എന്തെങ്കിലും അപാകതകൾ വന്നാൽ കേസ് കൊടുക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ അതിന് മുന്നേയായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ സാങ്ഷൻ ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ്, പ്രയർ സാങ്ഷൻ ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ് സാങ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ കേസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് അതിൽ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ, കൺവിക്റ്റ്. കൺവിക്റ്റ് പറഞ്ഞാൽ കുറ്റവാളികളെയാണ് കൺവിക്റ്റ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. എ കൺവിക്റ്റ് ഈസ് എ പേഴ്സൺ who is sentenced by a competent court to the death sentence or imprisonment. എന്തെങ്കിലും ഡെത്ത് ചെയ്യുക അല്ലെങ്കിൽ ഇംപ്രസൺമെൻറ്റ് കിട്ടുക, പറഞ്ഞാൽ ജയിൽ ശിക്ഷയൊക്കെ അനുഭവിച്ചിട്ടുള്ള ആൾക്കാർ കുറ്റവാളികൾ, കൺവിക്റ്റ്. A contract with when undergoing imprisonment is incapable of entering the incapable ആണ്. ഇംപ്രസൺമെൻറ്റ് ജയിൽവാസമൊക്കെ അനുഭവിച്ചവരുമായിട്ട് നമുക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് ഇൻകേപ്പബിൾ ആണ് അല്ലേ. This inability comes to an end on the expiration of the sentence and he was pardoned. അല്ലേ, അയാൾക്ക് എന്താണ്, the inability comes to an end. എപ്പോഴാണ് അയാളുടെ ഇന്നബിലിറ്റി അവസാനിക്കുക? അപ്പോൾ നമ്മൾ അവരുമായിട്ട് ഇംപ്രസൺമെൻറ്റ് കിട്ടിയ ആൾക്കാരുമായിട്ടൊന്നും കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ വേണ്ടി സാധിക്കില്ല എന്ന് പറഞ്ഞു. എപ്പോഴാണ് അവരുടെ ആ ഇംപ്രസൺമെൻറ്റ് ഇന്നബിലിറ്റി, കഴിവില്ലായ്മ അവസാനിക്കുന്നത്? നോക്കൂ, ദിസ് ഇന്നബിലിറ്റി കംസ് ടു ആൻ എൻഡ്. എപ്പോഴാണ് അവസാനിക്കുന്നത്? ഓൺ ദി എക്സ്പിറേഷൻ ഓഫ് ദി സെൻറ്റൻസ് ഇഫ് ഹി ഹാസ് ബീൻ പാർഡൺ ചെയ്യാൻ ക്ഷമിക്കുക അല്ലേ.
അവർക്ക് മാപ്പ് കൊടുക്കുക. പാർഡൺ എന്ന് പറഞ്ഞാൽ മാപ്പ് അല്ലേ, ആ മാപ്പ് കൊടുക്കുക അല്ലെങ്കിൽ ക്ഷമിക്കുക എന്നൊക്കെ പറയാം. അങ്ങനെ സമയത്ത് മാത്രമേ അങ്ങനത്തെ ആൾക്കാരുമായിട്ട് അപ്പോൾ കൺവിക്റ്റ് എന്ന് പറയുന്ന ആൾക്കാരും ഒരു ഡിസ്ക്വാളിഫൈഡ് പേഴ്സൺ ആണ്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ ഒരു സബ് ഡിവിഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാണ്? ഏരിയൻ എനിമീസ്. ഫസ്റ്റ് വൺ ഏരിയൻ എനിമീസ്, നെക്സ്റ്റ് വൺ ഫോറിൻ സോവർണൈൻസ് ആൻഡ് അംബാസിഡേഴ്സ്, പിന്നെ തേർഡ് വൺ കൺവിക്റ്റ്. അങ്ങനെ 3 എണ്ണമാണ് ഇപ്പം നമ്മൾ പറഞ്ഞത് കേട്ടോ. ഇനി നെക്സ്റ്റ് പറയട്ടെ, ശ്രദ്ധിക്കുക കേട്ടോ. പ്രൊഫഷണൽ പേഴ്സൺ, പ്രൊഫഷണൽ ജോലി ചെയ്യുന്നവർ, അവരുമായിട്ട് നോക്കും. ഇൻ ഇംഗ്ലണ്ട് ബാരിസ്റ്റേഴ്സ് cannot sue their clients for their professional fees. അല്ലേ, ബാരിസ്റ്റർ എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ്സിനെയാണ് ബാരിസ്റ്റർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇനി ഇംഗ്ലണ്ടിൽ ബാരിസ്റ്റേഴ്സ് എന്ത് ചെയ്യാൻ പാടില്ല? ഈ കൂലി പിന്നെ അവരുടെ കേസിൻ്റെ ഫീസ് കിട്ടണം എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കാൻ വേണ്ടി സ്യൂ ചെയ്യാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇൻ ഇംഗ്ലണ്ട് ബാരിസ്റ്റേഴ്സ് പറഞ്ഞാൽ അഡ്വക്കേറ്റ്സ് cannot sue their clients പറഞ്ഞാൽ കക്ഷികളുടെ നേരെ കേസ് കൊടുക്കുക. ഫോർ ദെയർ പ്രൊഫഷണൽ ഫീ, അവരുടെ പ്രൊഫഷൻ, അവർ ജോലി ചെയ്യുന്നതിന് ഫീസ് കിട്ടണം എന്ന് പറഞ്ഞിട്ട് സ്യൂ പാടില്ല. സോ ഓൾസോ are members of the Royal College of Physicians, but they can sue and be sued all the claims other than their professional fees. This personal disqualification do not exist in India. അങ്ങനത്തെ ഇതൊന്നും ഇന്ത്യയിൽ എക്സിസ്റ്റ് നിൽക്കുന്നില്ല. According to the Bar Council Act 1927, advocate of the High Court can enter into contract with his client and can also bring a suit against him for his fees. അപ്പോൾ ഇന്ത്യയിൽ ഒന്നും റൈറ്റ് ഇല്ല. ഇത് ഇംഗ്ലണ്ടിലത്തെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ബാരിസ്റ്റേഴ്സിന് ക്ലയൻറ്റ് ഫീസ് തന്നില്ലെങ്കിൽ ഫീസ് തന്നില്ല എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞ് ഇംഗ്ലണ്ടിലത്തെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ നോക്കാം, പിന്നെ ഒരു ലൈൻ വിടുക. ദീസ് പ്രൊഫഷണൽ ഡിസ്ക്വാളിഫിക്കേഷൻ അവിടെ നിന്ന് മാർക്ക് ചെയ്യുക. ദീസ് പ്രൊഫഷണൽ ഡിസ്ക്വാളിഫിക്കേഷൻ ഡു നോട്ട് എക്സിസ്റ്റ് ഇൻ ഇന്ത്യ. അല്ലേ, ഇന്ത്യയിൽ ഒന്നും നിലനിൽക്കുന്നില്ല. ആൻഡ് അക്കോർഡിംഗ് ടു ദ ബാർ കൗൺസിൽ ആക്ട് 1927, ബാർ കൗൺസിൽ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ കൗൺസിലാണ്? ബാർ മെഡിക്കൽ കൗൺസിൽ ഉണ്ട്, ബാർ കൗൺസിൽ ഉണ്ട് അല്ലേ. ഈ ബാർ കൗൺസിൽ എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ്സിൻ്റെ ഇതിനെയാണ് ബാർ കൗൺസിൽ എന്ന് പറയുന്നത്. അപ്പോൾ ബാർ കൗൺസിൽ 1927 പ്രകാരം അഡ്വക്കേറ്റ് ഓഫ് ദി ഹൈക്കോർട്ട്, ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റ്സ് എന്ത് ചെയ്തു? ക്യാൻ എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട് വിത്ത് ഹിസ് ക്ലയൻറ്റ്, ക്ലയൻറ്റുമായിട്ട് പറഞ്ഞ കക്ഷികളുമായിട്ട് കോൺട്രാക്റ്റിലെത്തുകയും ആൻഡ് ഓൾസോ ബ്രിങ് സ്യൂട്ട് അഗെൻസ്റ്റ് ഹിം ഫോർ ഹിസ് ഫീസ്, അവരുടെ ഫീസിന് വേണ്ടി കേസ് കൊടുക്കുന്നതിന് വേണ്ടി കേസ് കൊടുക്കാം എന്നുള്ളത് പാസ്സാക്കുകയും ചെയ്തു. സിമിലർലി ഇൻ ഇന്ത്യ ദർ ഈസ് നോ റെസ്ട്രിക്ഷൻ അപ്പോൺ ഡോക്ടേഴ്സ് ആസ് റിഗാർഡ്സ് ഫയലിംഗ് സ്യൂട്ട് ഫോർ ദെയർ ഫീ. അതേമാതിരി ഡോക്ടേഴ്സിനും യാതൊരു തരത്തിലുള്ള റെസ്ട്രിക്ഷനും ഇല്ല. ഫീസ് കിട്ടുന്നില്ലെങ്കിൽ അതിന് കേസ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ദർ ഈസ് നോ റെസ്ട്രിക്ഷൻ, പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള റെസ്ട്രിക്ഷനും ഇന്ത്യയിലില്ല. അപ്പോൾ അതാണ് പ്രൊഫഷണൽ പേഴ്സൺസ് എന്നുള്ളതിൽ നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പോൾ എന്താ നമ്മൾ പറയുന്നത്? ഇംഗ്ലണ്ടിലത്തെ കാര്യമാണ് ആദ്യം പറഞ്ഞത് അല്ലേ. ഇംഗ്ലണ്ടിൽ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ബാരിസ്റ്റേഴ്സ് കനോട്ട് സ്യൂ ദെയർ ക്ലയൻറ്റ് ഫോർ ദെയർ പ്രൊഫഷണൽ ഫീസ് കിട്ടണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? ഇൻ ഇംഗ്ലണ്ട് ബാരിസ്റ്റേഴ്സിന് കേസ് കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല. ഇൻ ഇംഗ്ലണ്ട് ബാരിസ്റ്റേഴ്സ് കനോട്ട് സ്യൂ ദെയർ ക്ലയൻറ്റ്സ് ഫോർ ദെയർ പ്രൊഫഷണൽ ഫീസ്. പിന്നെ പറയുന്നത് നമ്മൾ പറഞ്ഞ ബട്ട് ദേ ക്യാൻ സ്യൂ ആൻഡ് ബി സ്യൂഡ്. നമ്മൾ പറഞ്ഞു പ്രൊഫഷണൽ ഫീസിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ പേഴ്സണൽ ഡിസ്ക്വാളിഫിക്കേഷൻ ഡു നോട്ട് എക്സിസ്റ്റ് ഇൻ ഇന്ത്യ. അക്കോർഡിംഗ് ടു ദ ബാർ കൗൺസിൽ ആക്ട് 1927, ആൻ അഡ്വക്കേറ്റ് ഓഫ് ദി ഹൈ കോർട്ട് can enter into a contract with his client, can also bring suit against him for his fees. അല്ലേ, ഫീസിന് എത്രയാണ് ഫീസ് കിട്ടാനുള്ളത് വെച്ചെങ്കിൽ ആ ഫീസ് കിട്ടുന്നതിന് വേണ്ടി കേസ് കൊടുക്കുന്നതിന് വേണ്ടി സാധിക്കും. Fees. Similarly, in India, there is no restriction upon doctors as regards filing of suit for their fees. ഇന്ത്യയിൽ യാതൊരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ല. ഇൻ ഇന്ത്യ there is no restriction upon the doctors as regards filing of suit for their fees. Next one, insolvent. ഇൻസോൾവെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാപ്പരായ ആൾക്കാർ അല്ലേ, ബിസിനസ്സൊക്കെ ചെയ്ത് കടത്തിൽ മുങ്ങി യാതൊരു തരത്തിലുള്ള അതുമില്ലാത്ത ആൾക്കാരെയാണ് നമ്മൾ ഇൻസോൾവെൻ്റ് എന്ന് പറയുന്നത് അല്ലേ. വെൻ എ ഡെപ്റ്റർ ഈസ് അഡ്ജഡ്ജ് ചെയ്യാവുന്ന വിഭജിക്കുന്നു, വേർതിരിക്കുന്നു. വെൻ എ ഡെപ്റ്റർ ഈസ് അഡ്ജഡ്ജ്ഡ് ആസ് ഇൻസോൾവെൻറ്റ് ഹിസ് പ്രോപ്പർട്ടി വെസ്റ്റ് ഇൻ ദി ഒഫീഷ്യൽ റിസീവർ ഓർ ഒഫീഷ്യൽ അസൈനി ദർ ഹി കനോട്ട് എൻ്റർ ഇൻ ടു കോൺട്രാക്ട്. ഇപ്പോൾ ഒരാളെ, ഒരു ഡെപ്റ്ററെ നമ്മൾ എന്തായിട്ട് മാറ്റി നിർത്തി? അയാൾ ഒരു ഇൻസോൾവെൻ്റ് ആണ്, പാപ്പരായ ഒരാളാണ്, ഒന്നുമില്ലാത്ത ഒരാളാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്റി നിർത്തിയാൽ അവരുമായിട്ട് നമുക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല.
വെൻ എ ഡെപ്റ്റർ ഈസ് അഡ്ജഡ്ജ്ഡ് ആസ് ഇൻസോൾവെൻറ്റ്, ഒരു ഡെപ്റ്ററെ നമ്മൾ ഇൻസോൾവെൻ്റ് ആക്കി മാറ്റി നിർത്തിയാൽ ഹിസ് പ്രോപ്പർട്ടി വെസ്റ്റ് ഓഫ് ദി ഒഫീഷ്യൽ റിസീവർ, ആരാണോ അയാളുടെ പ്രോപ്പർട്ടി വെസ്റ്റ് ചെയ്യുന്നത് വെച്ചെങ്കിൽ അവരുടെ ഒഫീഷ്യൽ റിസീവർ അല്ലെങ്കിൽ ഒഫീഷ്യൽ അസൈനി അയാളെ ഒരു ഇൻസോൾവെൻ്റ് ആയിട്ട് മുദ്ര കുത്തി. അപ്പം ദർ ബൈ ഹി കനോട്ട് എൻ്റർ ഇൻ ടു കോൺട്രാക്റ്റ്, അയാളുമായിട്ട് നമുക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. Official receiver or official assignee alone make a contract as to sale of his property and sue be sued on his behalf. എന്നിട്ട് അയാളുടെ പ്രോപ്പർട്ടി ഇപ്പം അയാൾക്കൊന്നിനും ഇല്ല, അയാൾ പാപ്പരായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളപ്പോൾ ആ കടമൊക്കെ കൊടുത്ത് തീർക്കണമെങ്കിൽ ഈ പ്രോപ്പർട്ടി വിറ്റിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആരാണ് അതിൻ്റെ ആളായിട്ട് നിൽക്കുന്നത്, ഒഫീഷ്യൽ റിസീവർ അല്ലെങ്കിൽ ഒഫീഷ്യൽ അസൈനി കോൺട്രാക്റ്റ് ഉണ്ടാക്കുകയും ഇയാൾക്ക് പകരം, ഈ ഡെപ്റ്റർക്ക് പകരമായിട്ട് അയാൾ കോൺട്രാക്റ്റ് ഉണ്ടാക്കുകയും ആൻഡ് ആസ് ടു സെയിൽ ഓഫ് ഹിസ് പ്രോപ്പർട്ടി ആൻഡ് സ്യൂഡ് ഓൺ ഹിസ് ബിഹാഫ്, അയാളുടെ ബിഹാഫിൽ നമുക്കത് വിൽക്കാനും സാധിക്കും. ഇതാണ് ഇൻസോൾവെൻറ്റ് എന്നുള്ളതിൽ പറയുന്നത്. ദിസ് ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ഇൻസോൾവെൻ്റ് ഈസ് ഓട്ടോമാറ്റിക്കലി, അത് കൊടുത്തു തീർത്താൽ എന്തൊക്കെ കാശുകളാണോ ആൾക്കാർക്ക് എത്രത്തോളമാണോ കൊടുക്കാനുള്ളത് വെച്ചെങ്കിൽ ആ കാശൊക്കെ കൊടുത്തു തീർത്താൽ അയാളുടെ ഡിസ്ക്വാളിഫിക്കേഷൻ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നു, ഇല്ലാതെയാവുന്നു അല്ലേ. അതാണ് പറയുന്നത്, ദിസ് ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് എൻ ഇൻസോൾവെൻ്റ് ഈസ് ഓട്ടോമാറ്റിക്കലി റിമൂവ്ഡ് ആഫ്റ്റർ ഹി ഈസ് ഡിസ്ചാർജ്. അയാൾ ആ കൊടുക്കാനുള്ള കാശും കാര്യങ്ങളൊക്കെ കൊടുത്തു തീർത്താൽ അതല്ലാതെ ഓട്ടോമാറ്റിക്കലി ആയിട്ട് ഇല്ലാതെയായിട്ട് പോകുന്നു. അപ്പോൾ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ഇൻസോൾവെൻ്റ് ആണ് നമ്മൾ അടുത്തത് പറഞ്ഞത്. ഇൻസോൾവെൻറ്റിൽ എന്താ നമ്മൾ പറഞ്ഞത്, വെൻ എ ഡെപ്റ്റർ ഈസ് അഡ്ജഡ്ജ്ഡ് ആസ് ഒരു അഡ്ജഡ്ജ്ഡ് പറഞ്ഞാൽ വേർതിരിക്കുക അല്ലെങ്കിൽ വിഭജിക്കുക, മാറ്റി നിർത്തുന്നു. ഇൻസോൾവെൻ്റ് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അയാളുടെ ഒഫീഷ്യൽ റിസീവർ അല്ലെങ്കിൽ ഒഫീഷ്യൽ അസൈനി എന്ത് ചെയ്യുന്നു, ദർ ബൈ ഹി കനോട്ട് എൻ്റർ ഇൻ ടു എ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ വേണ്ടി സാധിക്കില്ല. ഇനി ഒഫീഷ്യൽ റിസീവർ ആൻഡ് ഒഫീഷ്യൽ അസൈനി എലോൺ ക്യാൻ, ഇനി ഒഫീഷ്യൽ റിസീവർ അല്ലെങ്കിൽ ഒഫീഷ്യൽ അസൈനി എന്ത് ചെയ്യുന്നു, കോൺട്രാക്റ്റ് ഉണ്ടാക്കുകയും ആസ് ടു സെയിൽ ഓഫ് ഹിസ് പ്രോപ്പർട്ടി ആൻഡ് ബി സ്യൂഡ് ഓൺ ഹിസ് ബിഹാഫ്, അയാളുടെ സാധനം വിൽക്കുന്നു, അയാളുടെ ഒരു പകരക്കാരനായിട്ട് നിൽക്കുകയും ചെയ്യുന്നു. ഈ ഡിസ്ക്വാളിഫിക്കേഷൻ അയാളുടെ റിമൂവ് ചെയ്യും. ഇത് ഓട്ടോമാറ്റിക്കലി വിൽ ബി റിമൂവ്ഡ്. എങ്ങനെയാണ് അയാൾ ഡിസ്ചാർജ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഡിസ്ചാർജ് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇല്ലാതെയായിട്ട് മാറുന്നു. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഏതൊക്കെ പറഞ്ഞു, പ്രൊഫഷണൽ പേഴ്സൺ പറഞ്ഞു, ഇൻസോൾവെൻ്റ് പറഞ്ഞു. ഇനി 2 പോയിൻറ്റും കൂടി ഉണ്ട്, ശ്രദ്ധിക്കുക, അതും കൂടി നോക്കുക. കോർപ്പറേഷൻ ആൻഡ് കമ്പനീസ്, കോർപ്പറേഷൻസും കമ്പനീസും ഒക്കെ ആയിട്ടാണ് നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത് വെച്ചെങ്കിൽ അതാണ് പറയുന്നത്. കോർപ്പറേഷൻ ആൻഡ് കമ്പനീസ് ആർ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ, അല്ലെ. കോർപ്പറേഷൻസ് കമ്പനീസൊക്കെ, കമ്പനീസ് ആൻഡ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ അണ്ടർ ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1956. നമുക്കറിയാം അല്ലേ, കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, ക്രിയേറ്റഡ് ബൈ ലോ പ്രകാരം ഇന്ത്യൻ കമ്പനി ആക്ട് 1956 പ്രകാരം ക്രിയേറ്റ് ചെയ്തതിനെയാണ് നമ്മൾ കമ്പനി എന്ന് പറയുന്നത്. അതേമാതിരി കോർപ്പറേഷനും അതേ ഈസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്നതാണ് അല്ലേ. അപ്പോൾ കോർപ്പറേഷൻ ആൻഡ് കമ്പനീസ് ആർ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ. ഇറ്റ് എക്സിസ്റ്റ് ഓൺലി ഇൻ ദ ഐസ് ഓഫ് ലോ. ഇത് നിയമത്തിൻ്റെ കണ്ണിൽ മാത്രമാണ് ഒരു സ്ഥാപനം നിലനിൽക്കുന്നത്. A corporation is formed under some special statute passed by legislature. ലെജിസ്ലേച്ചറിൽ പ്രത്യേക നിയമങ്ങൾ പാസ്സാക്കിയിട്ടാണ് നമ്മൾ ഏത് ഫോം ചെയ്യുന്നത്, കോർപ്പറേഷൻ ഫോം ചെയ്യുന്നത്. ആസ് കോൺട്രാക്ച്വൽ കപ്പാസിറ്റി ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ സ്റ്റാറ്റ്യൂട്ട് ക്രിയേറ്റിംഗ് ഇറ്റ്. അപ്പം നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ, അവരുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. It is competent to contract with his provision of the statute create. കോമ്പിറ്റൻ്റ് ആവണം. കോമ്പിറ്റൻ്റ് പറഞ്ഞാൽ എബിലിറ്റി, കഴിവുണ്ടായിരിക്കണം അല്ലേ, കോൺട്രാക്റ്റിൽ ഏർപ്പെടാനുള്ള കഴിവുണ്ടായിരിക്കണം. പിന്നെ അതാണ് കോർപ്പറേഷൻ. A company is formed under the Companies Act. Its contractual capacity is determined by the object clause of memorandum. കമ്പനിയുടെ പ്രധാനപ്പെട്ട 2 ഡോക്യുമെൻറ്റുകളാണുള്ളത്, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ അല്ലേ. അപ്പോൾ കമ്പനി മെമ്മോറാണ്ടം എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഒരു കമ്പനി നമ്മൾ നടത്തുമ്പോൾ അതിൻ്റെ മൊത്തം കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ അതിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന നെയിം ക്ലോസ്, ഒബ്ജക്റ്റ് ക്ലോസ്, ക്യാപിറ്റൽ ക്ലോസ്, അസോസിയേഷൻ ക്ലോസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു കമ്പനിയുടെ മൊത്തം കാര്യങ്ങൾ പറയുന്നതിനെയാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് അല്ലേ. ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കമ്പനിയുടെ ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ് അല്ലേ. ഇൻറ്റേർണൽ ആയിട്ട് ഒരു കമ്പനി എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻറ്റേർണൽ ആയിട്ട് ചെയ്യാനുള്ളത് വെച്ചെങ്കിൽ അതൊക്കെ പറയുന്നതിനെയാണ് നമ്മൾ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പം നമ്മളിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോർപ്പറേറ്റ് കമ്പനിയിൽ ഇപ്പോൾ എന്താ പറഞ്ഞത്, എ കമ്പനി ഈസ് ഫോംഡ് അണ്ടർ, എ കമ്പനി ഈസ് ഫോംഡ് എങ്ങനെയാ,
അണ്ടർ ദി കമ്പനി ആക്ട് പ്രകാരം ഈസ് കോൺട്രാക്ച്വൽ കപ്പാസിറ്റി ഈസ് ഡിറ്റർമിൻ എന്താണ് നമ്മൾ തീരുമാനിക്കുന്നത് ബൈ ദി ഒബ്ജക്റ്റ് ക്ലോസ് ഓഫ് ഇറ്റ്സ് ഞാൻ പറഞ്ഞു ഏതൊക്കെ ക്ലോസുകളാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷന് പല ക്ലോസുകളുണ്ട് ഒബ്ജക്റ്റ് ക്ലോസ് ഉണ്ട് നെയിം ക്ലോസ് ഉണ്ട് നമ്മളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കമ്പനിയുടെ പേര് എന്ത് വേണം എന്താണ് കമ്പനിയുടെ ഒബ്ജക്റ്റ് ക്യാപിറ്റൽ എത്രയാണ് അതിൽ അസോസിയേഷൻ എങ്ങനെയൊക്കെയാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും മെമ്മോറാണ്ടത്തിലാണ് ഒരു കമ്പനിയുടെ മൊത്തം ഡീറ്റെയിൽസും ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരിക്കുക മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിലാണ് ഉണ്ടായിരിക്കുക അല്ലേ അപ്പോൾ അതാണ് പറയുന്നത് എ കമ്പനി ഈസ് ഫോംഡ് അണ്ടർ ദി കമ്പനി ആക്ട് പ്രകാരമാണ് ഈസ് കോൺട്രാക്ച്വൽ കപ്പാസിറ്റി ഈസ് ഡിറ്റർമിൻ ബൈ ദി ഒബ്ജക്റ്റ് ക്ലോസ് ഓഫ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഒബ്ജക്റ്റ് ക്ലോസിലാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരിക്കുക ഇറ്റ് ക്യാൻ എൻ്റർ ഇൻ ടു കോൺട്രാക്ട് ഓൺലി ത്രൂ ഇറ്റ്സ് ഏജൻറ്റിലൂടെയാണ് സച്ച് ആസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മാനേജിംഗ് ഡയറക്ടർ ചീഫ് ഓഫീസേഴ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് ദിസ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലേ പിന്നെ എനി കോൺട്രാക്ട് മെയ്ഡ് ബിയോണ്ട് ദ മെമ്മോറാണ്ടം ഈസ് അൾട്രാ വയേഴ്സ് ആൻഡ് വോയിഡ് അല്ലേ അപ്പോൾ അൾട്രാ വയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളെന്താ ആക്ടിങ് ഡൺ ബിയോണ്ട് വൺസ് ലീഗൽ പവർ ഓർ അതോറിറ്റി അല്ലേ നമ്മളെന്ത് ചെയ്യുക കാര്യങ്ങൾ ചെയ്യുക നമ്മുടെ ലീഗൽ പവർ ഓർ അതോറിറ്റി എത്രത്തോളമാണോ നമുക്ക് നിയമപരമായ അധികാരങ്ങളും പവറും അതോറിറ്റിയും ഉള്ളത് വെച്ചെങ്കിൽ അതിൻ്റെ പുറമെയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് അൾട്രാ വയേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നിയമം എന്തൊക്കെ ചെയ്യാനാണോ അധികാരം തന്നിരിക്കുന്നത് വെച്ചെങ്കിൽ അതിൻ്റെ ബിയോണ്ടായിട്ട് അതിൻ്റെ പുറമെയായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത് അൾട്രാ വയേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ അതാണ് പറയുന്നത് നമ്മളോട് പറഞ്ഞത് മാനേജിംഗ് ഡയറക്ടർ ചീഫ് ഓഫീസേഴ്സ് in accordance with its memorandum of association any contract made beyond മെമ്മോറാണ്ടത്തിൽ ഇല്ലാത്തത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അൾട്രാ വയേഴ്സ് ആൻഡ് അവോയ്ഡ് അൾട്രാ വയേഴ്സ് ആണ് ബിയോണ്ട് ലീഗൽ റൂൾസ് നമ്മൾ പറഞ്ഞു അൾട്രാ വയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ലീഗൽ നമ്മുടെ ആക്ടിങ് ഡൺ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നു ബിയോണ്ട് പുറമേയായിട്ട് ലീഗൽ പവർ നമുക്ക് എന്തൊക്കെ ലീഗൽ പവറോ അതോറിറ്റിയാണോ തന്നിരിക്കുന്നത് വെച്ചാൽ അതിന് പുറമേയായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ നമ്മൾ തെറ്റ് ചെയ്യാന്ന് അർത്ഥം അങ്ങനത്തെ കാര്യങ്ങൾ എന്തായിരിക്കും വോയിഡ് ആയിരിക്കും അപ്പോൾ ഇതാണ് കോർപ്പറേഷൻ ആൻഡ് കമ്പനീസ് എന്നുള്ളതിൽ പറയുന്നത് ഒന്നുകൂടിയും പറയാം കേട്ടോ കോർപ്പറേഷൻ ആൻഡ് കമ്പനീസ് ആയിട്ട് ഉള്ള കോൺട്രാക്റ്റാണ് പറയുന്നത് കോർപ്പറേഷൻ ആൻഡ് കോർപ്പറേഷനും കമ്പനിയൊക്കെ ഈസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ കാരണം എന്താണ് ദാറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ലോ നമ്മൾ ഉണ്ടാക്കുന്നതാണ് കൃത്രിമമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ് അല്ലേ അത് നിലവിലുള്ളതല്ല നമ്മൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇറ്റ് ഈസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ അല്ലേ ഇറ്റ് എക്സിസ്റ്റ് ഓൺലി ഇൻ ദി ഐസ് ഓഫ് ലോ അല്ലേ എ കോർപ്പറേഷൻ ഈസ് ഫോംഡ് അണ്ടർ സം സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ട് പാസ്ഡ് ബൈ ലെജിസ്ലേറ്റർ അല്ലെ പ്രത്യേക നിയമങ്ങൾ നമ്മൾ ലെജിസ്ലേച്ചർ പാസ്സാക്കണം ആ കോൺട്രാക്ച്വൽ കപ്പാസിറ്റി ഈസ് ഡിറ്റർമിൻ ബൈ ദ സ്റ്റാറ്റ്യൂട്ട് ക്രിയേറ്റിംഗ് ഇറ്റ് അല്ലേ അപ്പോൾ ഇറ്റ് ഈസ് എ കോമ്പിറ്റൻറ്റ് ടു കോൺട്രാക്ട് വെൻ ഇറ്റ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് ദി സ്റ്റാറ്റ്യൂട്ട് ക്രിയേറ്റിംഗ് ഇറ്റ് എ കമ്പനി ഈസ് ഫോംഡ് എങ്ങനെ കമ്പനി ഫോം ചെയ്യുന്നത് എങ്ങനെയാണ് കമ്പനി ഈസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ കമ്പനീസ് ആക്ട് 1956 പ്രകാരമാണ് ഒരു കമ്പനി ഫോം ചെയ്യുന്നത് അല്ലേ അപ്പോൾ കമ്പനി ഈസ് ഫോംഡ് അണ്ടർ കമ്പനീസ് ആക്ട് ഇറ്റ്സ് കോൺട്രാക്ച്വൽ കപ്പാസിറ്റി ഈസ് ഡിറ്റർമിൻഡ് എന്തിനനുസരിച്ചാണ് ബൈ ദി ഒബ്ജക്റ്റ് നമ്മൾ പറഞ്ഞു ഇതിനൊക്കെ അനുസരിച്ചിട്ടാണ് ഒരു കമ്പനി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒന്ന് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ പിന്നെ ഒരു ആർട്ടിക്കിൾ മെമ്മോറാണ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ കാര്യങ്ങൾ കമ്പനിയുടെ മൊത്തം രൂപരേഖ നമ്മൾ പറയും മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഈസ് എ മാഗ്ന കാർട്ട ഓഫ് എ കമ്പനി അല്ലേ കമ്പനിയുടെ മൊത്തം കാര്യങ്ങൾ അടങ്ങിയതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് അല്ലേ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇന്റേണൽ മാനേജ്മെൻറ്റ് ഓഫ് ദി കമ്പനി ഇന്റേണൽ ആയ കാര്യങ്ങൾ അടങ്ങിയതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അതാണ് പറയുന്നത് എ കമ്പനി ഈസ് ഫോംഡ് അണ്ടർ ദി കമ്പനീസ് ആക്ട് ആൻഡ് ദിസ് കോൺട്രാക്ച്വൽ കപ്പാസിറ്റി ഈസ് ഡിറ്റർമിൻഡ് ബൈ ദി ഒബ്ജക്റ്റ് ക്ലോസ് ഓഫ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ and it can enter into contract only through its agents such as ആരൊക്കെ മുഖാന്തരം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മാനേജിംഗ് ഡയറക്ടർ ചീഫ് ഓഫീസേഴ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എനി ആക്ട് നമ്മൾ എനി കോൺട്രാക്ട് മെയ്ഡ് ബിയോണ്ട് പറഞ്ഞാൽ പുറമേ മെമ്മോറാണ്ടത്തിൽ പറയാത്ത വല്ല കാര്യങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് അൾട്രാ വയേഴ്സ് ആൻഡ് വോയിഡ് അത് അൾട്രാ വയേഴ്സ് ആവുന്നു വോയിഡ് ആവുന്നു അൾട്രാ വയേഴ്സ് പറഞ്ഞാൽ എന്താണ് ആക്ടിങ് ഡൺ ബിയോണ്ട് വൺ ലീഗൽ പവർ ആൻഡ് അതോറിറ്റി നമുക്ക് ലീഗൽ പവർ അതോറിറ്റിയൊക്കെ ഇന്നത് ചെയ്യാമെന്ന് വെച്ചാൽ അതിന് പുറമേ ആയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് അൾട്രാ വയേഴ്സ് എന്ന് പറയുന്നത് നെക്സ്റ്റ് വുമൺ സ്ത്രീകളുമായിട്ട് Regarding contractual capacity in India, there is no difference between equal ആണ് അല്ലേ men and women equal ആണ് there is no difference between men and women. A woman married ആയാലും അല്ലെങ്കിലും married or not
ക്യാൻ എൻ്റർ ഇൻ ടു എ വാലിഡ് കോൺട്രാക്റ്റിൽ നമുക്ക് ഏർപ്പെടാം. ആൻഡ് ബൈൻഡ് ഹെർ പ്രോപ്പർട്ടി, സ്യൂ ആൻഡ് ബി സ്യൂഡ് ഓൺ സച്ച് കോൺട്രാക്ട്. കേസ് പ്രോപ്പർട്ടിക്ക് വേണ്ടി ഒന്ന് കേസ് കൊടുക്കാനും കേസ് കൊടുക്കാതിരിക്കാനും ഒക്കെ റൈറ്റ് ഉണ്ട്. As regards a married woman, she has a right to pledge the credit of her husband for necessary except when she is forbidden to do so. എന്തെങ്കിലും കാര്യങ്ങൾ വിലക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെതിരെ കേസ് കൊടുക്കുന്നതിനുള്ള റൈറ്റ് ഉണ്ട്. നോക്കൂ എന്താ പറയുന്നത്. ആസ് റിഗാർഡ്സ് മാരീഡ് വുമൺ എന്താണ്, ഷീ ഹാസ് എ റൈറ്റ് ടു പ്ലെഡ്ജ് ചെയ്യാം. ഷീ ഹാസ് എ റൈറ്റ് ടു പ്ലെഡ്ജ് ദി ക്രെഡിറ്റ് ഓഫ് ഹർ ഹസ്ബൻഡ് ഫോർ നെസസറീസ് എക്സെപ്റ്റ് വെൻ ഷീ ഈസ് ഫോർബിഡൻ ടു ഡു. എന്തെങ്കിലും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഫോർബിഡൻ ചെയ്യുന്ന വിലക്കപ്പെടുക, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരായിട്ട് പ്ലെഡ്ജ് ചെയ്യുന്നതിനുള്ള റൈറ്റ് ഒരു വുമൺസിനുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എന്താ പറയുന്നത്, ആസ് റിഗാർഡ്സ് എ മാരീഡ് ഷീ ഹാസ് എ റൈറ്റ് ടു പ്ലെഡ് ദ ക്രെഡിറ്റ് ഓഫ് ഹർ ഹസ്ബൻഡ് ഫോർ നെസസറി എക്സെപ്റ്റ് വെൻ ഷീ ഈസ് ഫോർബിഡൻ ടു ഡു സോ. Even husband and wife can enter into a valid contract. They can sue each other because they are independent person and have a separate legal identity. അപ്പോൾ ഹസ്ബൻഡിനും വൈഫിനും പ്രത്യേകം കേസ് കൊടുക്കാനും അവർ രണ്ടുപേരും ഇൻഡിപെൻഡൻ്റ് ആണ്, അവർക്ക് സെപ്പറേറ്റ് ലീഗൽ ഐഡൻറ്റിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ വിലക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെതിരെ കേസ് കൊടുക്കാനും പ്ലെഡ്ജ് ചെയ്യുന്നതിനൊക്കെയുള്ള റൈറ്റ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. General rule is that wife is not the agent of her husband is not the agent of his wife. അപ്പോൾ അതാണ് പറയുന്നത്. ജനറൽ റൂൾ പ്രകാരം പറയുകയാണെങ്കിൽ വൈഫ് എന്ന് പറഞ്ഞാൽ നോട്ട് എൻ ഏജൻറ്റ് ഓഫ് ഹർ ഹസ്ബൻഡ്, അതേമാതിരി തന്നെ ഹസ്ബൻഡ് ഈസ് നോട്ട് എൻ ഏജൻറ്റ് ഓഫ് ഹിസ് വൈഫ്. ഇത്രയാണ് നമുക്ക് വുമൺ എന്നുള്ളതിൽ പറയാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പേഴ്സൺ ഡിസ്ക്വാളിഫൈഡ് ബൈ അതർ ലോസ് എന്നുള്ളതിൽ നമ്മൾ പറഞ്ഞ ടോപ്പിക്കുകൾ കേട്ടോ. അപ്പോൾ ആ പോയിൻറ്റുകളൊന്നും കൂടി ഞാൻ പറയാം. എല്ലാ പോയിൻറ്റുകളും നമ്മൾ പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ പേഴ്സൺ ഡിസ്ക്വാളിഫൈഡ് ബൈ അതർ ലോസിൽ ഈ കോൺട്രാക്റ്റ് ആക്ട് ആണ് കൂടുതലായിട്ടും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരിക. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഭാഗങ്ങളൊക്കെ. ഞാൻ ഈ പറയുന്ന ഈ ഭാഗങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ പേഴ്സൺ ഡിസ്ക്വാളിഫൈഡ് ബൈ അതർ ലോസിൽ പറയുന്നതാണ് ഏരിയൻ എനിമീസ് ആണ് നമ്മൾ പറഞ്ഞത്. ഏരിയൻ എന്ന് പറഞ്ഞാൽ അന്യഗ്രഹ എനിമീസ് അല്ല. അന്യഗ്രഹ എനിമീൻസ് പറഞ്ഞാൽ എന്താ, നമ്മൾ ഏരിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്ത്യയിലെ സിറ്റിസൺ അല്ലാത്തവരെയാണ് ഏരിയൻ എന്ന് പറയുന്നത്. എ പേഴ്സൺ ഹു ഈസ് നോട്ട് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ, അവർ ഏരിയൻ എന്ന് പറയുന്നു. അതിൽ രണ്ടെണ്ണം പറഞ്ഞു, ഏരിയൻ എനിമിയും ഏരിയൻ ഫ്രണ്ടുമാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ത്യ ഒരു രാജ്യവുമായിട്ട് സമാധാനത്തിലാണ് പോകുന്നതെങ്കിൽ അയാളെ ഏരിയൻ ഫ്രണ്ട് എന്നും, അതല്ല ഇന്ത്യ ഒരു രാജ്യവുമായിട്ട് ശത്രുതയിലാണ് പോകുന്നതെങ്കിൽ അതിനെയാണ് ഏരിയൻ എനിമി എന്നും പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരുമായിട്ട് നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ വേണ്ടി സാധിക്കില്ല. ഇനി നമ്മൾ ഇതിന് മുന്നേ യുദ്ധം തുടങ്ങുന്നതിന് മുന്നേ കോൺട്രാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് തൽക്കാലം സസ്പെൻഡ് ചെയ്യുക, യുദ്ധം കഴിഞ്ഞാൽ വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. പിന്നെ ഫോറിൻ സോവർനെയിൻസ് ആൻഡ് അംബാസിഡേഴ്സ്. ഫോറിൻ സോവർനെയിൻസിനും അംബാസിഡേഴ്സിനൊക്കെ സ്പെഷ്യൽ പ്രിവിലേജ് ഉള്ളവരാണ്. അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു, കോടതിയിൽ കേസ് അല്ല അവർക്ക് കോൺട്രാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി എൻജോയ് സ്പെഷ്യൽ പ്രിവിലേജ്. ദേ കനോട്ട് ബി സ്യൂഡ്, ഇന്ത്യൻ കോർട്ടിൽ സ്യൂ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ അവർ കോൺട്രാക്റ്റ് ഉണ്ടാക്കിയാൽ അത് എൻഫോഴ്സിബിൾ ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. പിന്നെ ഫോറിൻ സോവർനെയിൻസും അംബാസിഡേഴ്സിനൊക്കെ എക്സ് റൂളേഴ്സിന് നമ്മുടെ രാജ്യത്ത് തന്നെ കേസ് കൊടുക്കാം. അതല്ല ഫോറിൻ സോവർനെയിൻസിനും അംബാസിഡേഴ്സിനൊക്കെ കോൺട്രാക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ഏജൻറ്റ് മുഖാന്തരം കോൺട്രാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അതിലെന്തെങ്കിലും കേസ് വരികയാണെങ്കിൽ അവർക്ക് കേസ് കൊടുക്കാൻ സാധിക്കും. പക്ഷേ പ്രയർ അപ്രൂവൽ ഓഫ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്കത് കേസ് ചാർജ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പിന്നെ കൺവിക്റ്റാണ് പറഞ്ഞാൽ കുറ്റവാളികൾ അല്ലേ. കുറ്റവാളികൾ ഇംപ്രസൺമെൻ്റ് ഒക്കെ കഴിഞ്ഞവരൊക്കെയാണ് വെച്ചെങ്കിൽ അവരുമായിട്ട് നമുക്ക് കോൺട്രാക്റ്റ് ഉണ്ടാക്കിയാൽ അത് വോയിഡ് കോൺട്രാക്റ്റ് ആയിരിക്കും. അവരുടെ ഇന്നബിലിറ്റി കഴിഞ്ഞു, അവരുടെ കഴിവിൽ അത് കഴിഞ്ഞു എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പിറേഷൻ ദ സെൻറ്റൻസ് ഹി ഹാസ് ബീൻ പാർഡൺ, ക്ഷമ കൊടുത്തു, നിയമം അവർക്ക് പാർഡൺ, നിയമം എന്താ വെച്ചെങ്കിൽ അവർക്ക് പാർഡൺ കൊടുത്തു, അവരുമായിട്ട് കോൺട്രാക്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ അവരുമായിട്ട് നമുക്ക് കോൺട്രാക്റ്റ് ഏർപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ പ്രൊഫഷണൽ പേഴ്സൺ ആണ് പറയുന്നത്. പ്രൊഫഷണൽ പേഴ്സൺ പറഞ്ഞാൽ ഡോക്ടേഴ്സ്, ലോയേഴ്സ് അവരൊക്കെയാണ് പ്രൊഫഷണൽ പേഴ്സൺ എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഇംഗ്ലണ്ടിൽ ബാരിസ്റ്റേഴ്സ് ഫീസ് ഈടാക്കുകയാണെങ്കിൽ അവർക്ക് അതിനെതിരെ ഫീസ് കൊടുത്തിട്ടില്ല, അപ്പോൾ ക്ലയൻറ്റ് ഫീസ് കൊടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് അതിനെതിരായിട്ട് കേസ് കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ് ഇവിടുത്തെ കാര്യം ഇംഗ്ലണ്ടിൽ. നേരെ മറിച്ച് ഇന്ത്യയിലാണെങ്കിൽ 1927 ബാർ കൗൺസിൽ ആക്ട് പ്രകാരം പാസ്സാക്കിയിട്ടുണ്ട്. ഫീസ് കൊടുത്തിട്ടില്ലെങ്കിൽ ആ ക്ലയൻറ്റിനെതിരെ
കേസ് കൊടുക്കുന്നതിനുള്ള റൈറ്റ് ഉണ്ട് എന്നുള്ളത് 1927 പാസ്സാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അതേമാതിരി ഡോക്ടേഴ്സിനും റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, ഫീസ് ഈടാക്കുന്നതിൽ യാതൊരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ല എന്നുള്ള കാര്യമാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇൻസോൾവെൻറ്റ് എന്ന് പറഞ്ഞാലാണ് പാപ്പരായവരെയാണ് ഇൻസോൾവെൻറ്റ്. ബിസിനസ്സൊക്കെ ചെയ്തിട്ട് പാപ്പരായ ആൾക്കാരെയാണ് നമ്മൾ ഇൻസോൾവെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡെപ്റ്റർക്ക് എന്തുണ്ടാവും, ഒരു ഡെപ്റ്റർ ഈസ് അഡ്ജഡ്ജ്, ഒരാളെ നമ്മൾ ഇൻസോൾവെൻ്റ് ആക്കി മുദ്ര കുത്തിക്കഴിഞ്ഞാൽ അയാളുടെ പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ എടുത്തുപയോഗിക്കാനുള്ള റൈറ്റ് ആർക്കാണുള്ളത്? ഒഫീഷ്യൽ ആരേനെയാണോ അയാൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് വെച്ചെങ്കിൽ അയാൾക്കാണുള്ളത്. ഒഫീഷ്യൽ റിസീവർ ഓർ ഒഫീഷ്യൽ അസൈനിക്കാണുള്ളത്. അയാൾ എന്ത് ചെയ്യാം? മേക്ക് കോൺട്രാക്ട് ഓൺ സെയിൽ ഓഫ് ഹിസ് പ്രോപ്പർട്ടി, ക്യാൻ ബി സ്യൂഡ് ഓൺ ഹിസ് ബിഹാഫ്. പിന്നെ അയാളുമായിട്ട് അയാളെ ഡിസ്ക്വാളിഫിക്കേഷൻ കഴിഞ്ഞാൽ അയാളുമായിട്ട് നമുക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ഇൻസാൻമെൻറ്റ് ഈസ് ഓട്ടോമാറ്റിക്കലി റിമൂവ്ഡ് അല്ലേ? അയാളുടെ ഡിസ്ക്വാളിഫിക്കേഷൻ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആയിട്ട് റിമൂവ് ചെയ്യാനും ആഫ്റ്റർ ഹീ ഈസ് ഡിസ്ചാർജ് അയാളിൽ നിന്ന് ഒഴിവാക്കാനും സാധിക്കും. പിന്നെ കോർപ്പറേഷനും കമ്പനിയെ പറഞ്ഞത് അല്ലേ? കോർപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെജിസ്ലേച്ചറിൽ പ്രത്യേക നിയമം പാസ്സാക്കിയിട്ട് ഈ കോർപ്പറേഷൻ ഈസ് ആർട്ടിഫിഷ്യലാണ്. അതേമാതിരി കമ്പനി എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യലാണ്. ലെജിസ്ലേച്ചറിൽ പ്രത്യേക നിയമം പാസ്സാക്കിയിട്ടാണ് കമ്പനി അല്ലെങ്കിൽ കോർപ്പറേഷൻ നിലവിൽ വരുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. കമ്പനിയാണെങ്കിലും കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ. കമ്പനി എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കേണ്ടത്, കമ്പനിയുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിലാണ്. കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്നത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിലാണ്. പിന്നെ വുമൺ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വുമൺ പറഞ്ഞാൽ ഈക്വലായിട്ടാണ്, മെൻ ആൻഡ് വുമണെ ഈക്വലായിട്ടാണ് കണക്കാക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത്രയൊക്കെയാണ് നമ്മൾ ഇതിൽ പറഞ്ഞത് പേഴ്സൺ ഡിസ്ക്വാളിഫൈഡ് ബൈ അതർ ലോസ്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഏരിയൻ എനിമീസ്, ഫോറിൻ സോവർനൈൻസ് ആൻഡ് അംബാസിഡേഴ്സ്, പിന്നെ കൺവിക്റ്റ് പറഞ്ഞു, പ്രൊഫഷണൽ പേഴ്സൺസ് പറഞ്ഞു, ഇൻസോൾവെൻറ്റ്, കോർപ്പറേഷൻ ആൻഡ് കമ്പനീസ്, വുമൺ. ഇത്രയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത്രയും ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി ഈ ചാപ്റ്ററിൽ, അപ്പോൾ ഈ ചാപ്റ്റർ നമ്മുടെ കഴിഞ്ഞു. ഇതിപ്പോൾ എത്രാമത്തെ ചാപ്റ്റർ ആയിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്? 5th ചാപ്റ്ററാണ് എടുത്തതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഉണ്ടായിരുന്നത്. 5th ചാപ്റ്റർ കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് പറഞ്ഞാൽ ഏതൊക്കെ ആൾക്കാരുമായിട്ട് കോമ്പിറ്റൻറ്റ് എബിലിറ്റി ഉള്ള ആൾക്കാരുമായിട്ട് മാത്രമേ, സൗണ്ട് മൈൻഡുള്ള ആൾക്കാരുമായിട്ട് മാത്രമേ നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പാടുള്ളൂ. പിന്നെ സൗണ്ട് മൈൻഡ് അല്ലാത്ത ആൾക്കാരുമായിട്ട് നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടരുത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അൺസൗണ്ട് മൈൻഡാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അൺസൗണ്ട് മൈൻഡിൽ 3ആയിട്ട് ഡിവൈഡ് ചെയ്തു. മൈനറായിട്ട് കോൺട്രാക്റ്റ് ഉണ്ടാക്കരുത്. മൈനർക്ക് എത്ര? 18 ഇയേഴ്സ് അല്ലേ? 18 ഇയേഴ്സ് ആയാൽ മാത്രമേ മേജറായിട്ട് നമുക്ക് അവരെ പറയാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ 18 വയസ്സിലും താഴെയുള്ള ആൾക്കാരും കുട്ടികളുമായിട്ട് നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ വേണ്ടി പാടില്ല. അങ്ങനത്തെ ആൾക്കാരുമായിട്ട് നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതെന്ത് കോൺട്രാക്റ്റ് ആയിരിക്കും? വോയിഡ് കോൺട്രാക്റ്റ് ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ മൈനർ എന്നുള്ള ടോപ്പിക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അടുത്തത് എടുത്തിട്ടുണ്ടായിരുന്നത് അൺസൗണ്ട് മൈൻഡാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ? അൺസൗണ്ട് മൈൻഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താ വെച്ചെങ്കിൽ നമ്മൾ അൺസൗണ്ട് മൈൻഡുള്ള ആൾക്കാരുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടരുത്. അൺസൗണ്ട് പറഞ്ഞാൽ ഇഡിയറ്റ്സ് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? ജന്മന അല്ലേ? ജന്മന മെൻ്റൽ പവർ ഇല്ലാത്തവർ പറഞ്ഞാൽ ബുദ്ധി നല്ല രീതിയിൽ ഡെവലപ്മെൻ്റ് ഇല്ലാത്തവർ, ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാത്ത ആൾക്കാരെയാണ് ഇഡിയറ്റ്സ് എന്ന് പറയുന്നത് അല്ലേ? അവരുമായിട്ട് നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇഡിയറ്റ്സ് ആയിട്ട് പാടില്ല. പിന്നെ രണ്ടാമതായിട്ട് ഇഡിയറ്റ്സ് പാടില്ല. പിന്നെ രണ്ടാമത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലുനാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? പറഞ്ഞാൽ മാനസിക നില തെറ്റിയ, മാനസികപരമായിട്ട് ഡിസോർഡറായ ആൾക്കാരുമായിട്ട് നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ വേണ്ടി സാധിക്കില്ല. പിന്നെ ഡ്രങ്കൺ ഓർ ഇൻടോക്സിക്കേറ്റഡ് പേഴ്സൺ അല്ലേ? ഡ്രങ്കൺ എന്ന് പറഞ്ഞാൽ കുടിക്കുന്നവർ, ഇൻടോക്സിക്കേറ്റഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ലഹരി സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർ, അവരുമായിട്ടൊന്നും നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ അല്ലേ? കുറേ ആൾക്കാരുമായിട്ട് നമ്മൾ കോൺട്രാക്റ്റ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ലോ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഡിസ്ക്വാളിഫൈ ചെയ്തവർ ആരൊക്കെയാ വെച്ചെങ്കിൽ അവരുമായിട്ടല്ലേ നമ്മൾ പറഞ്ഞു ഏരിയൻ എനിമീസ്. പിന്നെ ഏതാ പറഞ്ഞത്? ഏരിയൻ എനിമി. പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫോറിൻ സോവർനൈൻ ആൻഡ് അംബാസിഡേഴ്സ്, കോൺവിക്റ്റ് പറഞ്ഞു, പ്രൊഫഷണൽ പേഴ്സൺസ്, ഇൻസോൾവെൻറ്റ്, കോർപ്പറേഷൻ ആൻഡ് കമ്പനീസ്, വുമൺസ് കേട്ടോ. ഇത്രയാണ് ഇതിലുള്ളത് കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് എന്തൊക്കെയാണ്? വാട്ട് ഈസ് മെൻ ബൈ
സൗണ്ട് മൈൻഡ്, പിന്നെ മൈനറുടെ എല്ലാ ടോപ്പിക്കും നന്നായിട്ട് പഠിക്കണം. പിന്നെ നമ്മൾ ഏതാ മൈനർ കഴിഞ്ഞ് പിന്നെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ മൈനർ അൺസൗണ്ട് അൺസൗണ്ട് മൈൻഡിൽ മൈനർ, പിന്നെ ആരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡിസ്ക്വാളിഫൈഡ് ബൈ ഏതൊക്കെ ആൾക്കാരെയാണ് ലോ ഡിസ്ക്വാളിഫൈ ചെയ്ത് വെച്ചെങ്കിൽ പിന്നെ അൺസൗണ്ട് മൈൻഡ് പേഴ്സൺ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, നല്ല രീതിയിൽ പഠിക്കുക. ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻസും മൈനേഴ്സിൻ്റെ കാര്യങ്ങൾ, അൺസൗണ്ട് മൈൻഡുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ, ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ, ഇത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. 5th ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നമ്മൾ 6th ചാപ്റ്ററിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. 6th ചാപ്റ്റർ വെറുതെ തുടങ്ങി വെക്കാനുള്ള സമയം മാത്രമാണുള്ളത്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടങ്ങാനേ സമയം ഉണ്ടാവുള്ളൂ, എന്നാലും നമുക്ക് തുടങ്ങി വെക്കാം. 6th ചാപ്റ്ററിൽ പറയുന്നത് ഫ്രീ കൺസെൻറ്റ് എന്നുള്ള ചാപ്റ്ററാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ എഴുതി വയ്ക്കുക, ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ എന്ന് എഴുതി വയ്ക്കുക കേട്ടോ. കപ്പാസിറ്റി മാതിരി തന്നെ 6th ചാപ്റ്ററും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രീ കൺസെൻറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. അപ്പോൾ ഫ്രീ കൺസെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായി, ഞാൻ വെറുതെ ജസ്റ്റ് തുടങ്ങി വയ്ക്കുന്നേ ഉള്ളൂ. ഫ്രീ കൺസെൻറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഫ്രീ കൺസെൻറ്റ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെയാണ് പറയാനുള്ളത് വെച്ചെങ്കിൽ, നമ്മൾ ഒരാളുമായിട്ട് കോൺട്രാക്റ്റിലെത്തുമ്പോൾ അവരുടെ കൺസെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫ്രീ കൺസെൻറ്റ് ആയിരിക്കണം. ആ കൺസെൻറ്റ് നമ്മൾ എങ്ങനെയൊക്കെ മേടിക്കുക, കൊയേഷൻ, ത്രട്ടൻ ചെയ്തിട്ട് മേടിക്കരുത്, അൺഡ്യൂ ഇൻഫ്ലുവൻസിലൂടെ ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്ത് നമ്മൾ മേടിക്കരുത്, ഫ്രോഡ്, തെറ്റിലൂടെ മേടിക്കരുത്, മിസ് റെപ്രസെൻറ്റേഷൻ നടത്തരുത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. ഓരോന്നിനെ പറ്റിയിട്ടും ആദ്യം നമ്മളിത് പഠിക്കുന്നു, കൊയേഷനെ പറ്റി പഠിക്കുന്നു, പിന്നെ അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഫ്രോഡ്, അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ഒരാളുമായിട്ട് കോൺട്രാക്റ്റ് ഉണ്ടാക്കുമ്പോൾ അയാളുടെ ഫ്രീ കൺസെൻറ്റ്, ഫുള്ളായിട്ട് കൺസെൻറ്റ് കിട്ടിയിട്ട് വേണം അവരുമായിട്ട് കോൺട്രാക്റ്റിലെത്താൻ വേണ്ടിയിട്ട്. തെറ്റായ വഴിയിലൂടെ ഒരാളുമായിട്ടും കോൺട്രാക്റ്റിൽ ഏർപ്പെടരുത് എന്നുള്ളതാണ് ആ ടോപ്പിക്കിൽ പറയുന്നത് കേട്ടോ. അപ്പം നമുക്കിത് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഇപ്പം എന്തായാലും സമയമായി. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ ഫ്രീ കൺസെൻറ്റ് എന്നുള്ള ടോപ്പിക്ക് തുടങ്ങാം. ഓക്കെ.